ഏരീസ് കണ്ടു. ഞാൻ ഐമാക്സിലാണ് കണ്ടത്. ഈ പടത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. പക്ഷേ ഇതിൻ്റെ വിഷ്വൽസ് അടിപൊളിയാണ്. അതായത് നമ്മൾ ഇതിനു മുമ്പ് ട്രോണിൻ്റെ സിനിമകൾ കണ്ടവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടുള്ളൂ. അല്ലാതെ കാണുകയാണെങ്കിൽ ഇതെന്താ ഏതാണെന്ന് അറിയാതെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇമ്പാക്റ്റ് കിട്ടില്ല. കുറേ ഈസ്റ്റർ കുറേ റെഫറൻസുകളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ചില പോർഷൻസും അല്ലെങ്കിൽ ചില സിഗ്നേച്ചർ മൂവ്സൊക്കെ ഉണ്ട്. അതൊക്കെ പഴയ ട്രോൺ പടങ്ങളിൽ അതേ കിട്ടിയ പോലത്തെ. ഇതൊരു ട്രയോളജിയാണ്. അതിൽ 3ാമത്തെ പടമാണ് ഈ ട്രോൺ ഏരീസ്. ഞാൻ കണ്ടത് മറ്റേ കോയമ്പത്തൂരുള്ള ബ്രോഡ്വേ ഐമാക്സിൽ നിന്നാണ്. ഇത്രയും ടൈം എടുത്ത് അവിടെ പോയിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ കഥ കുറച്ചും കൂടി ഇവർക്ക് ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, കുറേ കൂടി നന്നാക്കായിരുന്നു. ദെൻ കാസ്റ്റിംഗ് ഈ പടത്തിൽ ഭയങ്കര വേഴ്സ്റ്റായിട്ട് തോന്നുന്നത് എനിക്കിതിലെ കാസ്റ്റിംഗ് ആണ്. പ്രത്യേകിച്ച് ഇതിലെ വില്ലൻ ക്യാരക്ടറൊക്കെ പടുമോശം. നമുക്കൊരു ഇമ്പാക്റ്റ് തോന്നില്ല. നമുക്ക് വില്ലൻ വരുമ്പോൾ നമുക്കൊരു പേടി വരണം. അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പിന്നെ ജാരഡ് ലെറ്റോനെ ആണ് മാത്രമാണ് എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. കാരണം ആ ചങ്ങായി എപ്പോഴും ഒരുമാതിരി ഈ ചത്ത ശവം പോലെ ഇരിക്കുക, ഒരു എക്സ്പ്രഷനും ഉണ്ടാവില്ല മുഖത്ത്. ഈ പടത്തിൽ ഈ ചങ്ങായി ഒരു ഡിജിറ്റൽ വേൾഡിലുള്ളൊരു ക്യാരക്ടറാണ്, ഒരു ഡിജിറ്റൽ AI ക്യാരക്ടറാണ്. സോ അതുകൊണ്ട് മൂപ്പർക്ക് ആപ്റ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കാരണം മൂപ്പർക്ക് ഹ്യൂമൻസിൻ്റെ യാതൊരു തരത്തിലുള്ള ഇമോഷൻസും പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. സോ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ സൂട്ടബിളായിട്ട് മൂപ്പർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം ഒരുമാതിരി ക്യാരക്ടേഴ്സ്. പക്ഷേ സ്റ്റോറി ലൈൻ കുറച്ച് നല്ലതായിരുന്നു. കുറച്ചും കൂടി ഇപ്പോൾ നമ്മുടെ ഈ കുറേ പടങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ഡിജിറ്റൽ വേൾഡ് എങ്ങനെ അനലോഗ് വേൾഡിലേക്ക് എത്തി എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതിന് മുമ്പ് ഇറങ്ങിയ ട്രോൺ ലെഗസിയിലൊക്കെ കംപ്ലീറ്റ്ലി ആ ഒരു ഡിജിറ്റൽ വേൾഡാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ഉള്ള പരിപാടി. പക്ഷേ ഈ പടത്തിൽ മെയിനായിട്ട് ഇതിനകത്തുള്ള ഈ ഡിജിറ്റൽ വേൾഡിലുള്ള സാധനം നമ്മുടെ ഈ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ ഈ അനലോഗ് വേൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കും, എന്തൊക്കെ പോസിബിലിറ്റീസാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. ഞാൻ കുറേ കൂടി പടത്തിന് എക്സ്പെക്റ്റ് ചെയ്തു. കുറേ കൂടി പടത്തിന് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ അത്രയ്ക്കൊന്നും പടം എടുത്തിട്ടില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ടൈമിൽ ഒരു 1.25 മണിക്കൂർ മാത്രമേ ടൈമുള്ളൂ. പക്ഷേ ആ ഒരു ടൈമിൽ ഈ ഒരു കാര്യം കുഴപ്പമില്ലാതെ കാണിച്ചെന്ന് മാത്രമല്ല. പക്ഷേ കുറേ കൂടി ട്വിസ്റ്റ് ആൻഡ് ടേൺസുകളൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറേ കൂടി എൻഗേജിങ് ആയിട്ട് പോയിരുന്നു. സ്റ്റിൽ ഞാനീ പറഞ്ഞ പോലെ ഒരു ട്രോൺ പടത്തിൽ നിന്ന് കിട്ടണം നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഈ ഒരു പടത്തിൻ്റെ ഈ കഥ മാറ്റി വയ്ക്കുക, ഈ കാസ്റ്റിംഗ് എല്ലാം മാറ്റി വയ്ക്കുക, ഇതിനെ മാറ്റി വയ്ക്കുകയല്ല. ഐ തിങ്ക് ഇതിനെല്ലാം മാസ്ക് ചെയ്യുന്നത് ഇതിലെ വിഷ്വൽസ് ആണ് ആൻഡ് ഇതിലെ സൗണ്ട് ഡിസൈൻ. ഇതിൽ കുറേ നല്ല ഗംഭീര ട്രാക്സ് ഉണ്ട്. നല്ലൊരു ഫങ്കി മറ്റേ സൈബർ പങ്ക് സാധനമില്ല, അതാണ് ഇതിൽ ബ്ലെൻഡായിട്ട് പോയിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ വിഷ്വൽസ് മോനെ അത് വിഷയമാണ്. ഞാൻ കണ്ടത് ഐമാക്സിലാണ്. അതും നോർമൽ ഐമാക്സല്ല, നമുക്കറിയാം ബ്രോഡ്വേയിലുള്ളത് മറ്റേ 12 ചാനൽ സൗണ്ടാണ്, മറ്റേ 4K, അതും 3D ഐമാക്സിലാണ് കാണുന്നത്. കിടു 3D എന്ന് പറഞ്ഞാൽ കിടു 3D. മറ്റേ ഇതിൽ ഈ ട്രോണിൽ നമുക്കറിയില്ലേ ഈ സാധനങ്ങൾ ഇങ്ങനെ പൊടിഞ്ഞ് വീഴുന്നതും പിന്നെ അതിങ്ങനെ സ്കാറ്ററായി വരുന്നതും പിന്നെ ഈ മറ്റേ ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു യെല്ലോ ലൈൻ ഇങ്ങനെ ഒരു പോവില്ലേ. മറ്റേ പടത്തിൽ ബ്ലൂ ആയിരുന്നു തോന്നുന്നു. ഇതിൽ ഫുള്ള് ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ ആണ് ഇതിൽ പിടിച്ചിട്ടുള്ളത്. മറ്റേ ആ പ്രൊഡക്ഷൻ ആ കമ്പനി ആയതാണ്, അതിൽ നിന്നൊക്കെ കുറേ വ്യത്യാസമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോൺ മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ബ്ലൂ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് റെഡ്, ഒരു ബ്ലാക്ക് വൈറ്റ്, ആ ഒരു മൂഡിലാണ് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് ഈ കോംബോ ആണ് ഈ ബ്ലാക്കും റെഡും. അത് ഈ പടത്തിൽ നല്ല ഈ സാധനം ഇങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ഇതിൽ എനിക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവർ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ട്രോൺ ലെഗസിയിലൊക്കെ നമ്മൾ ആ ഒരു ഡിജിറ്റൽ വേൾഡിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് അനലോഗ് വേൾഡിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് ഇവർ കുറേ സാധനങ്ങൾ ഇവർക്ക് വിഷ്വലി ഡിസ്റ്റിങ്വിഷ് ചെയ്ത് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ലൈൻ പോകില്ലേ, ഇവരുടെ ബൈക്കൊക്കെ പോകുന്ന സമയത്ത് അതിനിവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് അതിൽ ചവിട്ടി കയറുന്നുണ്ട്. അല്ലെങ്കിൽ അത് വന്ന് നിൽക്കുമ്പോൾ അതിൽ തൊടുമ്പോൾ ഒരു ജെല്ലി ലൈക്ക് ഫീല് അല്ലെങ്കിൽ അതൊരു ബാരിയറായിട്ട് നിൽക്കുന്നുണ്ട്. അത് അവിടെ ഉണ്ട് എന്ന് നമുക്ക് ഫീൽ ആവുന്നുണ്ട് കുറേ വിഷ്വലി. അതുകൊണ്ട് തന്നെ കുറേ ഗംഭീരമായിട്ടുള്ള സാധനങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലെ 3D ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല പ്രോപ്പറായിട്ട് വർക്കായിട്ടുണ്ട്. പല സ്ഥലത്തും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഗംഭീരമായിട്ടുള്ള 3D. സിനിമ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പേരെഴുതി കാണിക്കുന്ന സമയത്ത് മുതൽ ഇത് തുടങ്ങുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പടം പടപടാന്ന് പറഞ്ഞ് ഫുൾ ആക്ഷനായിട്ട് ഒന്ന് കഴിഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെയാണ് ഈ ഒരു പടം മൊത്തം പോവുക. ബേസിക്കലി ആ ഒരു ഡിജിറ്റൽ വേൾഡിനകത്തുള്ള ആ ഒരു സോഴ്സ് കോഡ് അത് അല്ലെങ്കിൽ അതിൻ്റെ ഞാൻ പറയുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് സ്പോയിലർ ആവും. ചെറിയൊരു സ്റ്റോറി ലൈനാണ് അത്. ഇവിടെ ഉള്ള ഒരാളുടെ കയ്യിലുണ്ട്, ആ ആളുടെ നിന്ന് അത് റിട്രീവ് ചെയ്തെടുക്കണം, അത് കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് പടം മൊത്തം. അതുകൊണ്ട് തന്നെ ഇത് ഒന്ന് കഴിഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞ് പടം ഇങ്ങനെ എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒന്നും ഇല്ലാതെ കുറച്ച് പ്രഡിക്റ്റബിൾ ആയിട്ട് പോവുകയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ വിഷ്വൽസാണ് ഈ സിനിമയിലെ ഗംഭീരം എന്നല്ല,
ഒരു നോർമൽ പടം തന്നെയാണ്. പക്ഷേ വിഷ്വലി കുറേ സ്റ്റണ്ണിങ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. അതിപ്പോൾ നിങ്ങൾ നോർമലി ഇപ്പോൾ നമ്മളിപ്പോൾ ഫോണിലോ ലാപ്പിലോ വീട്ടിലിരുന്ന് ടി വിയിലോ കണ്ടാൽ ചിലപ്പോൾ ഇത് കിട്ടില്ല. നോർമൽ തിയേറ്ററിൽ കണ്ടാൽ പോലും എനിക്കറിയില്ല ഇത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. പക്ഷേ ഐമാക്സിൽ വന്നിട്ടുള്ള പ്രിൻറ്റും അതിൽ ആ ഒരു 3D എക്സ്പീരിയൻസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ഞാൻ പ്രതീക്ഷിച്ച ഒരു പടമല്ല. ഇപ്പോൾ ട്രോൺ എന്നൊരു ഫ്രാഞ്ചൈസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നൊരു പടം തന്നെയാണെങ്കിലും 2025 ഇറങ്ങുന്നൊരു ഹോളിവുഡ് പടം എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു നോർമൽ കൊമേഴ്ഷ്യൽ ജനറിക് പടമായി മാറിയിട്ടുണ്ട് ഈ ഒരു ട്രോൺ ഏരീസ് എന്ന പടം. സ്റ്റിൽ അതിൽ വിഷ്വൽസ് അടിപൊളിയാണ്. കുറേ കൂടി നന്നാക്കായിരുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു സിനിമയിൽ. സോ ഈ പടം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ പരമാവധി ഒരു 3D ഉള്ള തിയേറ്ററിൽ 3D മാത്രമല്ല 2D പ്രിൻ്റ് ഞാൻ കണ്ടു. പല സമയത്ത് വേറെ കുറേ ഡബ്ബും സബ്ബൊക്കെ ഉള്ളതെന്നൊക്കെ കേട്ടു. പക്ഷേ ഇംഗ്ലീഷിൽ തന്നെ വിത്ത് 3D കണ്ടു വെക്കുക. ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ഭയങ്കര പ്രഡിക്റ്റബിളായ സ്റ്റോറി ലൈനാണ്. കഥയിലൊന്നും പ്രതീക്ഷിക്കരുത്. ജസ്റ്റ് വെറുതെ ഒരു പോപ്കോൺ വർത്തി ഫ്ലിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വെറുതെ റിലാക്സ്ഡ് ആയിരുന്നു അങ്ങനെ ഒരു കണ്ണുളപ്പം കാണണമെന്ന് പറയും. ആ രീതിക്ക് കണ്ണുളപ്പം നമുക്ക് കണ്ടു തീർക്കാൻ പറ്റിയൊരു സാധനം. ഒരു മസ്റ്റ് വാച്ച് ഐറ്റം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അങ്ങനത്തെ ഒരു സാധനമല്ല. പക്ഷേ ലെഗസി ലെവലായിരുന്നു. അന്ന് അവർക്ക് ഒരു സാധനം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാം. അത് ഇവർ വിഷ്വലി ചെയ്തിട്ടുണ്ടെങ്കിലും കഥയിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു. സോ അതുകൊണ്ട് ഒരു നോർമൽ യൂഷ്വൽ ഒരു ആവറേജ് ഫ്ലിക്കായിട്ടാണ് എനിക്ക് ഈ പടം ഫീൽ ചെയ്തത്. ഒരുപാട് മോശം തോന്നിയില്ല, ഒരുപാട് നല്ലത് തോന്നി. വിഷ്വലി കുറേ സാധനങ്ങൾ കുറേ ഇങ്ങനെ കളർഫുള്ളായിട്ട് ഇങ്ങനെ കൺകുളിർക്കെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഐറ്റം. സോ ട്രോൺ ഏരീസ് കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.